ലേശം ഉപ്പ് ഇത്ര മതി. നമസ്കാരം, ഞങ്ങളിന്ന് കോണ്ടിനെന്റൽ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ മെയിൻ ഷെഫ് കുഞ്ഞൂസാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് കോണ്ടിനെന്റൽ ഫുഡ് ഐറ്റംസ് ആണ്. ഒരു താറാമുട്ടയും ഈ കോഴിമുട്ടയും. താറാമുട്ട കൊണ്ട് നമ്മൾ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ കാടമുട്ട ഉണ്ട്. കാടമുട്ട കൊണ്ട് ഒരു വെറൈറ്റി വിഭവം ഉണ്ടാക്കും. ബീട്രൂട്ടിൻ്റെ വെള്ളത്തിലൊക്കെ തിളപ്പിക്കണം കേട്ടോ. പിന്നെ ബീഫ് സ്റ്റീക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വേറെ സാധനമാണ്. പക്ഷെ നമ്മുടെ ഹെൽപ്പർ നമുക്കൊരു ആളെ കിട്ടില്ല. നമുക്ക് അതിനാണെങ്കിൽ ചെറിയ കുഴമ്പുകൾ ഉണ്ടാവും. ഇതാണ് നമ്മുടെ മെയിൻ ഷെഫ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഷെഫ് ആദ്യം എന്താ ഉണ്ടാക്കാൻ പോണേ? ആദ്യം എന്താ ഉണ്ടാക്കാൻ പോണേ? ആദ്യം ബീഫ് സ്റ്റീക്കിലേക്ക് പോവാം. ബീഫ് സ്റ്റീക്കിൽ പോകാൻ വേണ്ടി വരൂ. അപ്പോൾ ബീഫ് സ്റ്റീപ്പ് നമ്മള് ബീഫ് സ്റ്റീപ്പായിട്ടുണ്ട്. കാരണം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബീഫ് സ്റ്റീക്ക് ആയിപ്പോയി. നമുക്ക് അടുത്ത പ്രാവശ്യം ഒറിജിനൽ ബീഫ് സ്റ്റീക്കിന് വേണ്ടിയുള്ള ബീഫ് മേടിച്ചിട്ടുണ്ടാക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ബീഫിന് വേണ്ടിയുള്ള മേടിച്ചത് സ്റ്റീക്കല്ല, ബീഫല്ല. അതിന് ടെൻഡർലോയിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് നമുക്ക് കടയിൽ പോയി മേടിക്കണം. ഓക്കെ, മതി. നമ്മുടെ ഫണ്ട് ഇങ്ങനെയൊക്കെ മതി. ഒരു ഗ്ലാസ് ഗ്ലാസ് പാലിട്ടില്ല. അടുത്ത പ്രാവശ്യം ശരിയാക്കാം. അതേ ജെമി ഗ്ലേസിൻ്റെ വെള്ളമാണത്. ഇതിൽ പാലിട്ടുണ്ട്. അത് കുഴപ്പമില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത്. ചക്കപ്പഴമൊന്നുമല്ല. ഈ പാളിച്ച് നമ്മൾ അടുത്ത പ്രാവശ്യം പരിഹരിക്കും. ക്യാമറ പറയും. കുക്കായിട്ടുണ്ടാവും. അപ്പൊ ഗ്രില്ല് ചെയ്യുമ്പോൾ ചെയ്യോ? ഗ്രില്ലിങ്ങിലേക്ക് കടക്കാം. ഇയാളോ ഏത് നേരം പണി. അപ്പൊ തട്ടുകളിൽ ഓംലെറ്റ് എടുപ്പിനാണ് പണി. ഇൻഗ്രീഡിയൻസ് ഒന്നും കറക്റ്റായിട്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് മേടിക്കാൻ പറ്റില്ല. ഇന്നൊരു ഇന്ത്യൻ സ്റ്റൈല് ബീഫ് സ്റ്റീക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചൂടാകുമ്പോൾ പറയാം കേട്ടോ. അത് ഹീറ്റാകുന്നുണ്ടല്ലോ ഷെഫ്. ഇതാണ് ഇവിടെ ഒരു ഫങ്ഷൻ നടക്കണം. ചൂടാകുമ്പോൾ കുമ്പളെല്ലാം ഉണ്ടാവും. ഇത് ചാടാൻ തുടങ്ങും. ഈ കുഞ്ഞു കുഞ്ഞ് ജീരകില്ലേ, ഇവന്മാർ ചാടാൻ തുടങ്ങുമ്പോൾ ഹീറ്റ് ആവുക. അപ്പോൾ ഇവിടുന്ന് എടുത്ത് പൊക്കി അവിടെ മാറ്റി ചെയ്യും. അതൊക്കെ ബീഫ് Okay, come on. അപ്പോൾ ഇതിന് ഓക്കെ, ഇത് ഞാൻ വയ്ക്കാം. ഓരോ സൈഡിലേക്ക് വെച്ചിട്ട് ഗ്രില്ല് ചെയ്തു. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ജീരകത്തിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി ഉണ്ടാവും. വെള്ളമൊക്കെ വീണാൽ ഭയങ്കര ഹീറ്റായി. ഇത് കറക്റ്റ് ടൈമാണ്. ഇപ്പോൾ വേഗം വെച്ചോ. ഓരോരോ പീസ് വെച്ചോ. വെള്ളം വീഴുമ്പോൾ അത് തെറിക്കും.
ഓരോ പീസ് വെക്കും. സ്പീഡിൽ വെച്ചോ, നീ പതുക്കെ കഴിയും. ഇത് കുറച്ചുകൂടി കൂട്ടാം. അതൊക്കെ വെക്കണം, വെളിച്ചെണ്ണ തെളിക്കരുത്. അതൊന്നും പ്രശ്നമില്ല. അതൊന്നും കൊള്ളൂല. അതൊന്നും പേടിക്കണ്ട. ഫ്ലാമ്പാണ് അതിങ്ങനെ വേണ്ടിയിട്ട് തീ കത്തിക്കുന്ന ആൾക്കാർ. തീ ഇങ്ങനെ മുകളിലേക്ക് പോകും. അതൊന്നും പ്രശ്നമല്ല, കൈ കൊള്ളില്ല. ഓക്കെ, നമുക്ക് ടേസ്റ്റ് ആണോ എങ്ങനെയുണ്ട്, ഉണ്ടോ ടേസ്റ്റ് എന്നൊക്കെ അറിയാനായിട്ട് എപ്പോഴും നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞി പീസും കൂടി വെക്കണം. അപ്പോൾ ഇതൊക്കെ കുക്ക് ചെയ്യണേക്കാൾ മുമ്പ് നമുക്ക് ഇത് കുക്ക് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുഞ്ഞി പീസ് ഈ മസാല ഒക്കെ ഉണ്ടാവും. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ടാവും. ഇതാണോ നമ്മൾ എപ്പോഴും പറയണത് ഇത് നമ്മുടെ അടുത്ത് സ്റ്റീക്കിൻ്റെതായ ഒരു ഇൻഗ്രീഡിയൻറ്റും ഇല്ല. അത് വേറൊരു ടൈപ്പായി മാറും. നമ്മുടെ മുട്ട പോലെ ആയിട്ടുണ്ട്. അത് ഈ മുട്ട ചെറുതായിട്ട് പൊട്ടിയേക്കണം. മുട്ട ഞാൻ പൊട്ടി, അതിൻ്റെ വൈറ്റും ബബിൾസ് ഒക്കെ വന്നത്. ഫുഡ് ഉണ്ടാക്കുന്നതല്ലേ, സയൻസ് തന്നെയാണത്, ഒരു കെമിസ്ട്രിയാണത്. ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. ഇവിടെ പല കളികളും നടക്കും. ഗ്യാസ് ഓഫ് ചെയ്ത് കുഞ്ഞോ പുറത്ത് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. വെളിച്ചെണ്ണ ബട്ടർ വേണമെങ്കിൽ ബട്ടർ ഒഴിക്കണം കേട്ടോ. ഇല്ല നമ്മുടെ ബീഫ് ഇല്ലായിട്ടുണ്ട്. അപ്പം ബീഫ് നോക്കാം. അത് ഞെക്കി വേണം. അപ്പോൾ ചെപ്പിനെ അറിയാലോ. അപ്പോൾ ബീഫ് റോസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ എൻ്റെ സൈഡ് ഇതൊന്നും ഇങ്ങനെ വെന്തിട്ടില്ല. അപ്പോൾ അതും കൂടി ശരിയാക്കിയിട്ട് ലാസ്റ്റ് കാണിക്കാം ഗൈസ്. അതിനാ ഗ്രീൻ ചില്ലി പേസ്റ്റ് ആണോ? ഗ്രീൻ ചില്ലി ആണോ? ഗ്രീൻ ചില്ലി ആണോ? പേസ്റ്റ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി, കാടമുട്ടയാണ്. ലേശം സോയ സോസ്, ഷുഗർ. ചുറ്റിൽ കണ്ട പ്രശ്നം കട. അഞ്ചാറുണ്ടേ അത് ഇതാണ് ഫ്ലഫി ഓംലെറ്റ് ഉണ്ട്. ഫ്ലഫി ഓംലെറ്റ് ഇതാണ് ഫ്ലഫി ഓംലെറ്റ് ഉണ്ട്. ഫ്ലഫി ഓംലെറ്റ് ഒന്നും കാണിക്കണ്ട, ഒന്ന് കാണിക്കണം. റെഡി ഷെഡി, റെഡി ഷെഡി റെഡി. അപ്പൊ നേരത്തെ ഉണ്ടാക്കിയ
എല്ലാ കോണ്ടിനെന്റൽ ഫുഡ്സും കളഞ്ഞു. ചിലതൊക്കെ കോണ്ടിനെന്റലല്ല, എന്നാലും ഞങ്ങൾ തട്ടിക്കൂട്ടി കിട്ടും. ഇതാണ് ഫസ്റ്റത്തെ, വെജിറ്റബിൾ സൂപ്പ്. ഇത് വെജിറ്റബിൾ സൂപ്പ് എന്ന് പറയും. ഞാൻ അടുത്തത് പറയുമ്പോൾ സോയ സോസ് എന്ന് പറഞ്ഞ അപ്പറ്റൈസേഴ്സും. ഇത് രണ്ട് സിംഗപ്പൂർ സൈസിന്റെ അപ്പറ്റൈസേഴ്സും. അപ്പറ്റൈസേഴ്സ്. പിന്നെ മെയിൻ കോഴ്സ് ബീഫ്, ഇന്ത്യൻ ബീഫ് കറി. ഇത് നോർമലാ ബീഫ്. പിന്നെ ഫ്ലഫി ഓംലെറ്റ്, നല്ല ഫ്ലഫി ആയിരിക്കും. പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് ഗ്രില്ല്. ലാസ്റ്റത്തെ ഒരു ഉപകാരം ഇല്ലാത്തത് ഫ്രിഡ്ജ് വെച്ചോ. ഫ്രിഡ്ജ് കുട്ടിയെ ഒന്നും